ഓണം വൈബാക്കാം ഈസി സ്റ്റോറിനൊപ്പം. ഈ ഓണത്തിന് ഈസി സ്റ്റോറിൽ നിന്നും വമ്പിച്ച വിലക്കുറവിൽ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യൂ, നേടൂ മറ്റൊരു സ്മാർട്ട് ഫോൺ, വാഷിംഗ് മെഷീൻ, എയർ ഫ്രയർ, മിക്സി, 32 ഇഞ്ചിന്റെ LED TV, സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ്. കൂടാതെ നേടാം 10,000 രൂപ വരെ വില വരുന്ന ആക്സസറീസ് ഓണക്കിറ്റ്. 65 വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വെറും 999 രൂപ. 9,999 രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക്, നെക്ക് ബാൻഡ്, കാർ ചാർജർ, 20 വാട്ട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഈസി ഓണം വൈബ് ഓണത്തിൽ വെറും 1999 രൂപ. കൊച്ചി നഗരസഭ 27ാം ഡിവിഷൻ വിദ്യാഭ്യാസ അവാർഡ് സായാഹ്നം നടത്തി. കൊച്ചി നഗരസഭ 27ാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും +2 SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. KJ മാക്സി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലൊരു അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അഭിമാനവും ആനന്ദവും നൽകുന്നതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളും നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇത്തരം സമൂഹം അഭിനന്ദിക്കുമ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂളുകൾ എന്നെല്ലാം നിലയിലുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കൂടുതൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് നമുക്ക് മാറിത്തീരാനും ഉള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കാണുന്നു. ഇപ്പൊ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ ഒന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് കാണാൻ കഴിയും. ഞാനത് പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെയും കാണാൻ കഴിയില്ല. അത് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ്. ലോകത്ത് എവിടെ നോക്കിയാലും സ്കൂളിൽ പോകാത്തവരുണ്ട്. നിങ്ങൾ അമേരിക്കയിൽ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട്. പക്ഷെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ നോക്കിയാൽ സ്കൂളിൽ പോകാത്ത കുട്ടികൾ ഉണ്ടാകില്ല. ആദിവാസി മേഖലകൾക്കകത്ത് ഉൾപ്പെടെ നമ്മൾ നോക്കിയുള്ളൂ. അവിടെ എല്ലാം അതിനുള്ള സംവിധാനങ്ങളും കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടാവും. ഡിവിഷൻ സെക്രട്ടറി NG അലോഷി സ്വാഗതം പറഞ്ഞു. റവറന്റ് ഫാദർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. മട്ടാഞ്ചേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ N. സുധ, കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ്, CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS. രാജം, 27ാം ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് VJ ആൻസി തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. 27ാം ഡിവിഷൻ ADS ചെയർപേഴ്സൺ മഞ്ജുള അനിൽകുമാർ, KJ ആന്റണി, ലിൻസൺ, ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു. 2014 വന്ന കേരള ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് എല്ലാ മണ്ഡലങ്ങളിലും ഉന്നത നിലവാരമുള്ള ഇന്റർനാഷണൽ സ്കൂളുകളുടെ ഫണ്ട് അനുവദിച്ചു. അങ്ങനെ അനുവദിച്ചപ്പോൾ അതിന് നിർദ്ദേശം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ കൊടുത്ത സ്കൂളിന്റെ പേരാണ് ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അന്ന് കിഫ്ബി വഴി നമുക്ക് കിട്ടിയ 5 കോടി രൂപയും MLA ഫണ്ടിൽ കൊടുത്ത 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആ സ്കൂൾ ഇന്നത്തെ ലെവലിലേക്ക് ഉയർന്നു വന്നത്. സ്കൂൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ ഡൽഹി കൗൺസിലറായി വരികയും കൊച്ചി നഗരസഭയെ കൊണ്ട് 2 ലാബ്, 4 ലാബ്, ഏറ്റവും ആ ലാബിൽ കയറിയതിനാണ്. നിങ്ങളൊക്കെ പലരും കണ്ടുണ്ടാവും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.